ആക്ച്വലി റിയാസ് ഖാൻ്റെ ഒരിക്കലും എല്ലാവരും പറയും റിയാസ് ഖാൻ എന്തോ ബ്രൂട്ടൽ സീനാണ്. ഒരിക്കലും റിയാസ് ഖാൻ ബ്രൂട്ടൽ സീൻസ് അല്ല. നമ്മൾ ഈ സിനിമയിൽ സെൻസർ കട്ട് ചെയ്തിട്ടുള്ള വെച്ചാൽ ബ്രൂട്ടാലിറ്റിയുടെ പീക്ക് അടിക്കുന്ന ഭാഗം അവർ ഇന്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടതല്ല ഇന്റൻസിറ്റി, അതിനൊക്കെ കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. സീൻസ് മാറുന്നില്ല, സെയിം സീനിൽ തന്നെ ഇന്റൻസിറ്റി കൂടുതലായിരുന്നു. ഡാപ്സിന്റെ ഇഷ്യൂ വന്നു, അതിനുശേഷം പിന്നെ നമ്മുടെ ആ ഒരു അനൗൺസ്മെന്റ് ഓഡിയൻസ് നമ്മളോട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞപ്പോൾ നമ്മളതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചിലർ ചോദിച്ചിരുന്നു ഈ ഡാപ്സിനെ നിങ്ങൾ മാറ്റിയില്ല. നമ്മൾ ഡാപ്സിനെ മാറ്റിയിട്ടില്ല, നമ്മൾ പകരം വേറെ വേർഷൻ ആയി. ചിലർ ചോദിച്ചു സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾ മോശമാണെങ്കിൽ നായകനെ മാറ്റും. ആക്ച്വലി അത് നമ്മളെ ലിമിറ്റേഷനിൽ ഇല്ലാത്ത കാര്യമാണ്. ഒരു മമ്മൂക്ക പടം, അതിന് ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. മമ്മൂക്ക ഈ പ്രൊജക്ട് ഞാൻ തുടക്കത്തില് മമ്മൂക്ക അടുത്ത് പോയി അനുഗ്രഹം മേടിച്ചിട്ടാണ് തുടങ്ങിയത്. സിനിമ റിലീസിന്റെ തലേദിവസം ഞാൻ മമ്മൂക്കനെ പോയി കണ്ടിരുന്നു. റിലീസിന് മുന്നേ അനുഗ്രഹം മേടിച്ചിട്ട് തന്നെയാണ് റിലീസിന് ഞാൻ നെക്സ്റ്റ് ഡേ സിനിമയ്ക്ക് പോയത്. മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി ഒരു നമുക്ക് ലൈഫിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. പ്യൂർലി വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. 100% കാണാൻ പറ്റിയ മൂവിയാണ്. 18 വയസ്സിന് താഴെ ഒരു പേരില്ല. ആക്ഷൻ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മലയാളത്തിലെ നടൻ ഉണ്ണിമൂന്നൻ തന്നെയാണ്. ഹനീഫ് അദേനിയുടെ ഫ്ലോപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ് അദേനിയുടെ ഹിറ്റുകളെ കുറിച്ച് കൂടി നമ്മൾ പറയണം. ഞാൻ മുൻപ് ഗ്രേറ്റ് ഫാദർ എന്നുള്ള മൂവി കാണുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് ആരാണ് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് മമ്മൂക്കാനെ പ്രസന്റ് ചെയ്ത വ്യക്തി. ഇതുവരെ കാണാത്ത ജഗദീഷ് ചേട്ടനെ കണ്ടത്. അപ്പോ അതൊക്കെ വലിയ സംഭവമാണ്. ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുക്കാന്നുള്ളതും ഗംഭീരമായിട്ട് ചെയ്യാന്നുള്ളതും. ആനിമൽ ഞാനൊരു 4 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതാ. കില്ല് മൂവി ഞാനും ഉണ്ണിയും എന്റെ വൈഫും കൂടി കണ്ടത്. ഉണ്ണി സത്യത്തിൽ കണ്ണുകൂത്തിട്ട് മൂവി കണ്ടത്. ഒരു വിഭാഗം ആളുകൾക്ക് മാർക്കോയെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. നമുക്കൊരു നെഗറ്റീവ് പറയുന്ന ആളെ നമുക്കത് പോസിറ്റീവ് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു വ്യക്തമായ ഒരു അജണ്ട ഉണ്ട്. വെച്ചാൽ മോശം സാധനമാണെങ്കിൽ ആ മോശത്തിന് എല്ലാവരും മോശം തന്നെ പറയും. അവിടെ നമ്മളത് മോശത്തിനെ നമ്മൾ കയറിയിട്ട് നല്ലതാക്കാൻ നോക്കി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഇത് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ലൈഫിൽ ഇങ്ങനെ വേണം എന്നല്ല കേട്ടോ. ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ഒരു ഹീറോ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം. എന്റെ മക്കളിൽ കാണാൻ പറ്റും. എന്റെ മക്കൾ അഭിനയിച്ചിട്ടുണ്ട് 2 പേര്. ആ കെട്ടിത്തൂക്കി കൊല്ലുന്ന എന്റെ കുട്ടീനെയാണ്. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മാർക്കോ തിയേറ്ററിൽ ശരിക്കും ആറാടുകയാണ്, അഴിഞ്ഞാടുകയാണെന്ന് പറയേണ്ടി വരും. സോ അതിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളത് മലയാളത്തിലെ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ, പ്രേക്ഷകന്റെ മനസ്സറിയുന്ന പ്രൊഡ്യൂസറിന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്നത് ഷെരീഫ് മൂന്നാണ്. സോ നമസ്കാരം. ഈ ശരിക്കും ഒരു പ്രൊഡ്യൂസർ വിജയിക്കുന്ന 3 പോയിന്റുകൾ ഉണ്ടല്ലോ. അതായത് ഒന്ന് സിനിമ നന്നായിട്ട് വരുന്നു എന്നുള്ള അഭിപ്രായം കിട്ടുക, 2 ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടുക, 3ാമത്തെ ഒരു ഫാക്ടർ ആ അറ്റംപ്റ്റിന് പ്രൊഡ്യൂസറും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ചുള്ള ഒരു ദിവസങ്ങളാണെങ്കിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കടന്നുപോയത്. എങ്ങനെയായിരുന്നു പോസ്റ്റ് റിലീസിലെ മൈൻഡ് സെറ്റ്, സമാധാനമായിട്ട് ഉറക്കം, അതൊക്കെ റെഡി വന്നു? ആക്ച്വലി സക്സസ് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ സക്സസ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളെപ്പോഴും സക്സസ് വരുമ്പോൾ എത്രത്തോളം താഴാൻ പറ്റും അത്ര താഴെയാണ് വേണ്ടത്. നമ്മളവിടെ ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് താഴത്തേക്ക് പോകുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആക്ച്വലി നല്ല സന്തോഷത്തിലാണ് എല്ലാവരും. അതിലുപരി ടെൻഷനും ഉണ്ട്. കാരണം ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള, നമ്മളിനി ഓഡിയൻസിന് എന്താണ് കൊടുക്കേണ്ടത്, അപ്പൊ അതൊരു പ്രോപ്പർ പ്ലേസ്മെന്റിലേക്ക് എത്തണം. അതിന്റെ ടെൻഷനാണ് ഇപ്പൊ എനിക്കുള്ളത്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ ഫ്രം ദ ഡേ 1 ഓൺവേർഡ്സ് മാർക്കോ പ്രേക്ഷകർ കാണുന്നത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വയലന്റ് സിനിമ എന്ന നിലയ്ക്ക് അതിന്റെ ഓരോ ഘട്ടത്തിൽ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഈ പറഞ്ഞ ഉണ്ണിമൂന്നനെ പോലെയുള്ള ഒരു ഫാമിലി ഇമേജ് ഉള്ള, അതായത് ഈ സമീപകാലത്തെ സിനിമ നോക്കുകയാണെങ്കിൽ ഫാമിലി ഇമേജ് ഉള്ള ഒരാള് അത്രയും ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് അത്രയും ബ്രൂട്ടലായിട്ട് വരുന്നു എന്നുള്ളത് ഈ ഡേ 1 ഓൺവേർഡ്സ് മാർക്കോ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ മതി എന്നുള്ളത് കോൺഷ്യസ്. തീർച്ചയായിട്ടും നമ്മൾ പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യാൻ നോക്കിയതും ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മളുടെ ഇനീഷ്യൽ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്തത് യൂത്ത് ഓറിയന്റഡ് ഒരു ഫാമിലി മൂവി. ആ ലെവലിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞതും. പിന്നെ ഒരു ഫേക്ക് പ്രോമിസസ് കൊടുക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, നമ്മളെ ലിമിറ്റേഷനിൽ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ട്രൈ ചെയ്തത്. ഈ ലെറ്റ്സ് ഗോ ബാക്ക് ടു 2011. കമ്പനി തുടങ്ങുന്ന ഒരു ടൈം ഉണ്ടല്ലോ. ഈ കമ്പനി തുടങ്ങിയിട്ട് ഒരു 1 ഇയർ ഈ 10 എംപ്ലോയീസ് വെച്ച് തുടങ്ങിയ കമ്പനി പിന്നെ ഒരു 3-4 വർഷത്തില് അതൊരു 1000 എംപ്ലോയീസിലേക്ക് ആവുന്നുണ്ട്. പിന്നെ 2018 ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് ഇനോഗ്രേറ്റ് ചെയ്യണ മമ്മൂക്കയാണ്. അപ്പോ പിന്നീട് ഈ പറഞ്ഞ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഭയങ്കര പാത്ത് ബ്രേക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈനിങ് കമ്പനിയും സീ ഫ്രൈറ്റ് ലോജിസ്റ്റിക്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞേക്കെ. ഈ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തുടങ്ങാം,
അതിന് ഫസ്റ്റ് സിനിമ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും? ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് തുടങ്ങുക എന്നുള്ളത് ഒരു എന്താ പറയാ, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ തൃശ്ശൂർ, എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ നമ്മൾ രാഗം തിയേറ്ററിലൊക്കെയാണ് സിനിമ കാണാൻ പോകാറ്. അപ്പോൾ രാഗത്തിലൊക്കെ പോകുമ്പോൾ നമ്മളത് കാണുമ്പോൾ ഒരു നായകനെ കാണുമ്പോഴൊക്കെ നമ്മൾ ആ നായകനാണെന്നുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ സിനിമ കാണുക. അപ്പോൾ നമ്മളൊരു സിനിമയിൽ എന്തെങ്കിലും നമുക്ക് എന്തായാലും നായകനാവാൻ പറ്റില്ല, നമുക്ക് അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള കഴിവില്ല. അപ്പൊ സിനിമ നമുക്ക് ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും സിനിമ ഇഷ്ടം. അപ്പൊ സിനിമയിൽ ഒരു ഭാഗമാവണം എന്നൊരു ആഗ്രഹം ചെറുപ്പമുണ്ട്. എനിക്ക് തോന്നുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അതുണ്ടായിരിക്കും. അപ്പോൾ നമ്മള് എന്താ പറയുക, മമ്മൂക്ക ഈ നമ്മളുടെ ലോജിസ്റ്റിക്സ് ഇനാഗ്രേറ്റ് ചെയ്ത ആ സമയത്തൊന്നും സിനിമ അങ്ങനത്തെ ഒരു കണക്ഷൻ ഒന്നുമില്ല. ലോജിസ്റ്റിക്സിന് മമ്മൂക്ക നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് മമ്മൂക്ക ഇനാഗ്രേറ്റ് ചെയ്ത് പോയി. പക്ഷെ നമ്മളപ്പോഴും സിനിമയിലേക്ക് എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നീട് ഞാനിപ്പോൾ ഒരു 2021 ശേഷം നമ്മൾ ദുബായിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ പോയതിന് ശേഷമാണ് ഞാനിവിടെ നാട്ടിൽ പിന്നെ വരുന്നത് ഒരു ഫ്രീ മൈൻഡോടെ വരാറ്. കാരണം ഫാമിലി ദുബായ്, ഞാൻ ഓൾറെഡി ഖത്തറിൽ സെറ്റിലായിരുന്നു. പിന്നെ 2018 തൊട്ടിട്ട് നാട്ടിൽ സെറ്റിലായി. കാരണം ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2021 ദുബായിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ സെറ്റിലായി. അപ്പോൾ ഞാനപ്പോൾ നാട്ടിലേക്ക് വരുന്നൊരു ഫ്രീ ഹാൻഡോടെ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഈ സിനിമയുടെ റവന്യൂ, അതായത് കുറച്ച് സമയം കൊണ്ട് മാക്സിമം റവന്യൂ, ഇതാണ് സിനിമ. അപ്പോൾ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ തന്നെയാണ് തീർച്ചയായിട്ടും സിനിമയിലേക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വന്നത്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ ആക്ച്വലി എന്താ പറയുക, നമുക്കൊരു പാഷൻ, പഴയ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അതും കൂടി കയറി വന്നപ്പോൾ ഒരു പാഷനിലേക്കായിട്ട് പറയും. അപ്പോൾ പാഷൻ പ്ലസ് ബിസിനസ്, ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ എനിക്ക് നല്ലൊരു പ്രൊജക്റ്റ് കിട്ടി. അപ്പോൾ ആക്ച്വലി ഈ പ്രൊജക്റ്റിലേക്ക് വന്നത് ഞാൻ ഉണ്ണിയായിട്ട് തുടക്കത്തിൽ ഒരു അടുപ്പുണ്ടായിരുന്നു. അടുപ്പം വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുപ്പമായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു കൊച്ചു പടം ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. ഞാനും ഉണ്ണി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കൊച്ചു പടമായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഉണ്ണിയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് കുറച്ച് കൊമേഴ്ഷ്യലി വൈബിൾ ആയിട്ടുള്ള പടം തന്നെ ചെയ്യണം. അപ്പോൾ ഞാനും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്, കൊമേഴ്ഷ്യലി വൈബിൾ ആയിട്ടുള്ള പ്രൊജക്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരു 90% ഓഡിയൻസിനും ആവശ്യം കൊമേഴ്ഷ്യലി ഇതാവുന്ന മൂവീസാണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഓഡിയനാണ്. ആക്ച്വലി ഞാൻ പറയുന്നത് പോലെ തന്നെ ഞാനൊരു പക്ക സാധാ ഓഡിയനാണ്. ഞാൻ ഇപ്പോഴും സിനിമാക്കാരനായിട്ടില്ല. കാരണം എനിക്ക് ഇപ്പോഴും ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് സിനിമയുടെ ഒന്നും അറിയില്ല. ഞാൻ പഠിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത് പഠിക്കാൻ പറ്റില്ല. കാരണം അത് അതിൻ്റെതായ ഇതുകളുണ്ടല്ലോ. അപ്പോൾ ഒരു നോർമൽ ഓഡിയൻ മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഞാൻ ഈ സിനിമയെ കണ്ടതും ഇപ്പോഴും കാണുന്നതും. നാളെ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ സിനിമ പഠിക്കില്ല, കാരണം എനിക്ക് സാധാരണ ഓഡിയനായ മതി. അപ്പോൾ ആ ഓഡിയൻ ആകുമ്പോഴാണ് നമ്മളെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്നില്ല. ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേരുടെ മൈൻഡ് സെറ്റ് സെയിം ആയിരിക്കും. ആ 10 ഒരാളായിരിക്കാം ഞാൻ ഒരു നോർമൽ ഓഡിയൻ ആകുമ്പോൾ. അപ്പോൾ ആ ഓഡിയന്റെ മൈൻഡ് സെറ്റിൽ ഞാൻ ഏത് സിനിമയും ചെയ്യുള്ളൂ. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഈ കൊമേഴ്ഷ്യലി എന്നുള്ള പറഞ്ഞപ്പോൾ ഏത് പ്രൊജക്ട്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഉണ്ണി പറഞ്ഞത് ഇങ്ങനെ മാർക്കോ ഒരു പ്രൊജക്ട് ഉണ്ട്, നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഉണ്ണിയുടെ കോൺഫിഡൻസ് ആയിരുന്നു എന്നെ അതിലേക്ക് ഡ്രൈവ് ചെയ്തത്, ഈ പ്രൊജക്റ്റിലേക്ക് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഉണ്ണിക്ക് ആ പ്രൊജക്റ്റിൽ ഭയങ്കര കോൺഫിഡൻസാണ്, ഈ മാർക്കോ എന്നുള്ള പ്രൊജക്റ്റിലേക്ക്. അപ്പോൾ ഇനീഷ്യൽ തോട്ടിൽ ഞാൻ വിചാരിച്ചു മാർക്കോ ഓക്കെ, ഹനീഫ് അദേനി ഡയറക്ടർ ഓക്കെ. പക്ഷേ ഹനീഫ് വന്നു, ഉണ്ണിയുടെ റെഫറൻസിലാണ് വന്നത്. ഹനീഫ് സംസാരിച്ചപ്പോൾ ഹനീഫ് ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിയുടെ സ്റ്റോറി ടെല്ലിങ്ങിൽ തന്നെ സിമ്പിളായിട്ടാണ് പുള്ളി സ്റ്റോറി പറഞ്ഞത്, പക്ഷേ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി ഹനീഫിന്റെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ കയ്യിൽ എന്തോ ഒരു മരുന്നുണ്ട്, അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെയാണ് ഉണ്ണിയുടെ കോൺഫിഡൻസും ഹനീഫിന്റെ നറേഷനുമാണ് ഈ സിനിമയുടെ എന്നെ ഡ്രൈവ് ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ സിനിമ ഹനീഫ് അദേനി ഉണ്ണിമൂതൻ ചിത്രം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ കൊണ്ടുവരണം. അതായത് ഒരു അല്ലെങ്കിൽ ഒരു സാധാ സിനിമയായിട്ട് ഇത് മാറരുത്. അപ്പോഴാണ് നമ്മളൊരു വയലന്റ് ആ ഒരു ജോണറിലേക്ക് എന്നുള്ള പിടിച്ചിട്ട് പ്യൂർലി വയലൻസ് മൂവി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്തത് ഓഡിയൻസിലേക്ക്. അത് പ്രോപ്പറായിട്ട് തന്നെ പിച്ച് ചെയ്യാൻ പറ്റുന്നത്. അത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ട്, അതിനറിയാം. നമ്മൾ ഇനീഷ്യൽ ലെവൽ തന്നെ ആൾക്കാർക്ക് എന്താണ് ഇഷ്ടമുള്ളത്, കാരണം വെച്ചാൽ എനിക്ക് എന്താണ് ഇഷ്ടം അതാണ് ഞാനൊരു ശരിക്കും ഒരു വണ്ടി ഭ്രാന്തനാണ്, ഭയങ്കര കാർ റേസുള്ളതാണ്. അപ്പോൾ അപ്പോൾ ഭയങ്കര കാർ റേസുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പൂജ സെറമണിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു നമ്മളൊരു വരുന്നത്. അപ്പൊ ആക്ച്വലി ഉണ്ണി പറയണ്ടായിരുന്നു നമ്മള് ലേറ്റ് ആയില്ലേ പോണേ. ഞാൻ പറയില്ല, നമുക്കൊരു ലൈനപ്പ് തന്നെ വേണം, നമുക്ക് വീഡിയോസ് വേണം, കാരണം ഇത് നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനമാണ്, കാരണം എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ എനിക്ക് പിന്നെ തോന്നിയ വെച്ചാൽ ഞാനൊരു സ്റ്റാഫിനെ വെച്ചു, കംപ്ലീറ്റ്ലി സിനിമ, അതായത് എല്ലാവർക്കും സിനിമ ഷൂട്ടിംഗ് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവരത് കാണിപ്പിക്കുക.
അപ്പോൾ അതായത് ഫുള്ള് സിനിമ ഷൂട്ടിംഗ് കാണിച്ചാൽ എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ ഓരോ ദിവസത്തെ ഷൂട്ടിൻ്റെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി നമ്മുടെ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആൾക്കാർക്ക് എന്താണോ സിനിമ ഷൂട്ടിംഗ് കാണാൻ ഇഷ്ടമാണ്, അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തു. വണ്ടികൾ ഇഷ്ടമാണ്, വണ്ടികൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പോയി നല്ലൊരു പ്രൊഡക്റ്റ് വന്നു. അതായത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വന്നു. അപ്പോൾ വയലൻസ് അപ്പോൾ നമ്മൾ പ്രോപ്പർലി നമ്മൾ പിച്ച് ചെയ്തത് യൂത്തിലേക്ക് തന്നെയാണ്. കാരണം ഫാമിലി ഓഡിയൻസിലേക്ക് നമ്മൾ ഇനീഷ്യൽ ലെവലിൽ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. കാരണം ഇത് എന്താ പറയുക, ഇത് പ്യൂർലി വയലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ആക്ച്വലി ഇതൊരു ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്, 100% കാണാൻ പറ്റിയ മൂവിയാണ്. 18 വയസ്സിന് താഴെവർക്കല്ല, 18 വയസ്സിന് മേലെയുള്ള ഫാമിലീസിന്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആണുങ്ങളെക്കാൾ കൂടുതൽ ഗട്ട്സ് ഉള്ളത് പെണ്ണുങ്ങൾക്കാണ് ശരിക്കും. അവര് ഇപ്പോൾ എന്താ പറയുക, ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഭയങ്കര രസകരമായിട്ട്, പ്യൂർലി ഭയങ്കര ബ്ലഡ് ഷെഡാണ് മൂവിയിൽ. അവർ കണ്ടത്ര ബ്ലഡ് ഒന്നും, അതായത് ലേഡീസ് അവര് കണ്ട ബ്ലഡ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള പറയുന്ന പോയിന്റ് എനിക്ക് ഭയങ്കര ട്രിഗർ ചെയ്ത. കറക്റ്റ് ആണ് പറയുന്നത്. കാരണം അവര് ഡെലിവറി സമയത്തൊക്കെ അവര് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഒരു ഫാമിലിക്കും കൂടി പറ്റുന്ന തന്നെയാണ്. പിന്നെ ഒരു ഫാമിലിയിൽ എന്ത് പറ്റുമ്പോൾ പിന്നെ സിനിമനെ എപ്പോഴും സിനിമയായിട്ട് കാണും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മള്. ഞാനൊരിക്കലും സിനിമയിൽ കണ്ട് നേരെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. അപ്പൊ ആരും അങ്ങനെ ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ സിനിമയായിട്ട് കാണുമ്പോൾ ഇതൊരു ഫാമിലിക്ക് പറ്റിയൊരു മൂവി തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രോപ്പർലി പിച്ച് ചെയ്തത് യൂത്തിലേക്കാണ്. ഗ്രാജുവലി അത് ഫാമിലിയിലേക്ക് എത്തിക്കാം. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഫാമിലി പ്ലോട്ട് ഉള്ളത് കൊണ്ട് എത്തിക്കോളുന്ന വിശ്വാസമായിരുന്നു. അപ്പൊ നമ്മൾ എന്താണോ ഓഡിയൻസിലേക്ക് കൊടുത്തത് അത് പരമാവധി കൊടുക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും ഏത് ബിസിനസ്സിലും നമ്മൾ ചിന്തിക്കേണ്ടതല്ല സോറി, ഞാൻ ആരും അങ്ങനെ പറയുന്ന ആളല്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. റിസൾട്ട് ആ ക്വാളിറ്റി തരും. അല്ലാതെ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് മാത്രമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആയാലും അതൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ റിസൾട്ട് തന്നെ വന്നുള്ളൂ. പിന്നെ നമുക്ക് ലക്കില്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വരില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ സിനിമ ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് മ്യൂസിക് ഡയറക്ടർ നല്ല മ്യൂസീഷ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 സജഷൻ ഹനീഫിനുണ്ടായിരുന്ന സജഷൻസ്, പക്ഷെ അതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മ്യൂസീഷ്യനേക്കാളും മേലെ നിൽക്കണം അടുത്ത മ്യൂസീഷ്യൻ. ഞാനാണ് രവി വസ്ത്രൂരിനെ സജസ്റ്റ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആക്ച്വലി രവി വസ്ത്രൂരിന്റെ സൈഡിൽ നിന്നുള്ളത് ഒരു മലയാള സിനിമ, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉണ്ടാവും, എല്ലാ ഇഷ്യൂസും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയാ ആവശ്യമായിരുന്നു, എനിക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ണിയോട് പറഞ്ഞു, കുറച്ച് പൈസ നമുക്ക് കൂട്ടി കൊടുത്താലും രവി വസ്തു സാറിന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഉണ്ണി പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് ഇത്രയും. ഉണ്ണി പറയുന്നത് വെച്ചാൽ ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഉണ്ണിക്കും ആഗ്രഹം രവി വസ്തു സാർ വരുന്നത് തന്നെയുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലേക്ക് തന്നെ പുള്ളി വരികയും ചെയ്തു. പുള്ളി ആ പ്രൊജക്ട് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവുകയും ആ പ്രൊജക്റ്റിൽ പുള്ളി വരികയും ചെയ്തു. അപ്പോൾ നമ്മളൊരു പ്രൊജക്ടിനെ എല്ലാവരും പറയും ഒരു സിനിമ ചെറുതാക്കുക, അതായത് ബഡ്ജറ്റിലേക്ക് നിർത്തുക എന്നുള്ളത്. ആക്ച്വലി ഈ സിനിമയുടെ ബഡ്ജറ്റ് കൂട്ടിയുള്ള ഒരു വ്യക്തി ഞാനും കൂടിയാണ്. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് പൈസ കളയാനല്ല, ആവശ്യമുള്ള സ്ഥലത്തേക്ക് പൈസ കൊടുത്ത് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കേണ്ട. അപ്പൊ രവി ബസ്രു സാർ വരുമ്പോൾ അതിന് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവും നമ്മളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെടുക്കുന്ന റിസ്ക് ആണ്. അപ്പൊ അതിന് റിസൾട്ട് വരണമെങ്കിലും റിസ്ക് എടുത്താലേ റിസൾട്ട് വരുള്ളൂ. ഈ റിസ്കിന്റെ കാര്യം പറയപ്പെടും ഒരു കാര്യം. ഇപ്പൊ ഈ ഉണ്ണിമൂന്തൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേച്ചർ ഉണ്ടല്ലോ, അതായത് മുമ്പത്തെ സിനിമകളൊക്കെ ഭയങ്കര ഫാമിലി ഓറിയന്റഡ് സിനിമകളായിരുന്നു, മാളികപ്പുറം, മേപ്പാടിയായിരുന്നു എല്ലാം. അപ്പൊ ഇപ്പൊ ഉണ്ണിനെ കാണുമ്പോഴത്തേക്കും ആളുകൾ വന്ന് സ്വീകരിക്കുന്ന ഭയങ്കര വിധമുണ്ട്. ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ അനീഫദനി എന്ന ഡയറക്ടറിന്റെ മുമ്പത്തെ സിനിമ വലിയ പരാജയമായിരുന്നു. അതിന് മുമ്പത്തെ സിനിമയും പറഞ്ഞ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാൻ പോയ സിനിമയായിരുന്നു. അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടറും കൂടി ഉണ്ടല്ലോ ഈ 2 പോയിന്റ്. ഉണ്ണിനോട് ഇതിനെ പറ്റി ഞാൻ മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അനീഫിനെ എന്ന് പറയുന്നു. ആ ട്രസ്റ്റ് തന്നെയാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഇത് ചെയ്യാം, അതർ ദാൻ ഓൾ ഫാക്ടർ മാർക്കോ ഓണാക്കാം എന്നുള്ള ഒരു കോള്. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും റിസ്ക് ഉണ്ടായിരിക്കും. അപ്പൊ എത്രത്തോളം റിസ്ക് കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം റിസൾട്ടിന്റെ വലുപ്പം കൂടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആക്ച്വലി ആക്ഷൻ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മലയാളത്തിലെ നടൻ ഉണ്ണിമൂന്തൻ തന്നെയാണ്. അത് പ്രൂവ്ഡ് ആണ് ഇപ്പോ. കാരണം ഞാൻ ഈ സിനിമയ്ക്ക് മുന്നാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല.
പക്ഷെ ഇപ്പൊ പ്രൂഡാണ്, കാരണം ഏറ്റവും ബെസ്റ്റാണ്. മറ്റുള്ളവർ മോശമാണെന്നല്ല, അവർക്ക് ചിലപ്പോൾ നാളെ ഇതിൽ മേലെ ചെയ്യാൻ പറ്റും, അത് അവർ തെളിയിക്കുമ്പോൾ അതായിരിക്കും ബെസ്റ്റ്. ഇപ്പൊ ഉണ്ണിമൂന്തനാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഉണ്ണിയുടെ ഒരു പൊട്ടൻഷ്യൽ ആക്ച്വലി ആക്ഷൻ മൂവീസിലാണ്. അത് മുൻപും ഉണ്ണി തെളിയിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ ഉണ്ണിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണിക്ക് പ്രോപ്പർ വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസ് അത് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് അതിലേക്ക് വന്നത്. പിന്നെ ഹനീഫ് അദേനിയുടെ ഫ്ലോപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ് അദേനിയുടെ ഹിറ്റുകളെ കുറിച്ചും കൂടി നമ്മൾ പറയണം. ഞാൻ മുൻപ് ഈ ഗ്രേറ്റ് ഫാദർ എന്നുള്ള മൂവി കാണുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് ആരാണ് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് മമ്മൂക്കാനെ പ്രസന്റ് ചെയ്ത വ്യക്തി. നോക്കിയപ്പോൾ ഡയറക്ടഡ് ബൈ ഹനീഫ് അദേനി. എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു പുള്ളിനെ. രണ്ടാമത്തെ മൂവി ഗ്രേറ്റ് ഫാദർ, ആ മൂവി ആയാലും പുള്ളി ഡയറക്ട് ചെയ്തില്ലെങ്കിൽ റൈറ്റിംഗ്, അപ്പൊ സ്ക്രിപ്റ്റിംഗിലും പുള്ളി പ്രോപ്പർ ആണ് എന്നുള്ള ഒരു പുള്ളി അവിടെ അപ്പൊ ആ മൂവീസ് ഒക്കെ പുള്ളി അവിടെ തെളിയിച്ചതാണ്. അപ്പൊ പിന്നെ പുള്ളി ചെയ്ത മിഖായില് പുള്ളി ആ ഒരു സിനിമ മോശമല്ല, അതിന്റെ പല കാര്യങ്ങളും ആയിരിക്കാം ആ സിനിമ വിജയിക്കാതെ പോയത്. പിന്നെ ഇറങ്ങിയ ബോസ് ആൻഡ് കമ്പനി അതിന് കുറച്ച് മോശം. കാരണം എനിക്ക് തോന്നിയത് ഹനീഫിന് പറ്റുന്ന ജോണർ അല്ല അത്. ഹനീഫിനൊരു കോമഡി ജോണർ അല്ല ഹനീഫിന് എപ്പോഴും സ്റ്റൈലിഷ് ആക്ഷൻ അങ്ങനത്തെ മൂവീസാണ് ഹനീഫ്. അത് ഹനീഫ് പ്രോപ്പറായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം. കാരണം ഹനീഫ് മുൻപ് ചെയ്ത് വിജയിപ്പിച്ച ജോണർ ഉണ്ട്. അപ്പൊ ആ വിശ്വാസമാണ് നമ്മൾ എടുത്തത്. പിന്നെ എപ്പോഴും നമ്മളൊരാള് ഫെയിലിയർ ആയി നിൽക്കുമ്പോൾ അതിനെ നമ്മളെപ്പോഴും തള്ളിക്കളയരുത്. അയാൾക്ക് അയാളുടേതായ ഒരു കഴിവുണ്ടാവും, ആ കഴിവിനെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളായിട്ട് പൊക്കിയെടുക്കല്ല, അയാൾ പൊക്കിയെടുക്കാൻ നോക്കുമ്പോൾ നമ്മളെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളേതായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹനീഫ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അണ്ടർ റേറ്റഡ് ആണ്. പുള്ളിന്റെ കഴിവ് ആർക്കും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് കറക്റ്റായിട്ട് എത്തിക്കാനായിട്ടായിരുന്നു നമ്മളുടെ ആഗ്രഹം. അപ്പൊ ഹനീഫും ഉണ്ണിയും എന്ന് പറയുന്ന കോംബോ ഇനീഷ്യൽ സ്റ്റേജിൽ അതൊരു വലിയ കോംബോ ആയില്ലെങ്കിലും എന്റെ മനസ്സിൽ അതൊരു വലിയ കോംബോ ആയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഡയറക്ടറെയും എന്റെ നായകനെയാണ് അല്ലെ. അപ്പൊ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ അവർക്ക് ഈ സിനിമ ചെയ്യാന്ന് പറയുന്നതും. എനിക്ക് 100% സപ്പോർട്ടായിരുന്നു. എടുത്തു പറയേണ്ടത് വെച്ചാൽ ഉണ്ണി എന്ന് പറയുന്നത് ഒരു നായകനായിട്ടല്ല അല്ലെങ്കിൽ നടനായിട്ടല്ല, നമ്മുടെ ബ്രദറായിട്ട് എന്താണോ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക. ഉണ്ണിയുടെ മെയിൻ എന്താ പറയുക അജണ്ട എന്ന് പറയുന്നതായാലും എനിക്ക് തോന്നുന്നത് നമ്മളെ സേഫ് ആക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു സംഭവം എന്നെ ഭയങ്കര ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കുക. അത് നമ്മൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം തിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ വീണ്ടും തെറ്റിദ്ധാരണ വരരുത്, നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുക അങ്ങനത്തെ ഒരു ചിന്താഗതിയില്ല. ഞാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ രീതിയിൽ നമ്മൾ അത്ര വലിയൊരു ഫാമിലിന്നോ അല്ലെങ്കിൽ അത്ര വലിയൊരു എന്താ പറയാ ഒരു നോർമൽ മിഡിൽ ക്ലാസ് എന്ന് എന്താ പറയാ ഏറ്റവും സാധാരണക്കാരനായിട്ട് വന്ന ആൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എല്ലാവരും ചിന്തിക്കുമ്പോൾ കുറെ കാശ് അനാവശ്യം ഒരിക്കലും അല്ല, നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട സ്ഥലത്തെ ചെലവായിട്ടുള്ളൂ. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരികയെന്ന് പറയുമ്പോ തന്നെ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുമല്ലോ ഓൺ ദ അതർ സൈഡ്. അപ്പൊ അതെനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ സിനിമയിലേക്ക് വന്നപ്പോ എന്നെ അറിയുന്നവര് രണ്ട് വിഭാഗമായിരുന്നു. എന്നെ അറിയുന്നവർ തന്നെ രണ്ട് വിഭാഗം വെച്ചാൽ ഒരു കൂട്ടം എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പോയി പെടരുത്. ഞാനിപ്പോ എടുത്ത തീരുമാനങ്ങളില് മാർക്കോ ഇനീഷ്യൽ ലെവലിൽ ഒരു വലിയ പടം അല്ലാത്തതുകൊണ്ട് ഒരു രണ്ട് വിഭാഗം ആൾക്കാരായിരുന്നു, എന്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിന്ന് ആയാലും. അപ്പോ ഒരു വിഭാഗം എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഞാൻ പെട്ടുപോകരുത്, അപ്പോൾ എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരരുത്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ സിനിമ വേണോ എന്ന് ചോദിക്കും. കാരണം ഞാൻ അവരുടെ തീരുമാനം എടുത്തുകൊണ്ട് വേണോ. ഒരു വിഭാഗം എന്നെ കളിയാക്കിയിരുന്നത് എന്തിനാണ് ഈ സിനിമ, അതായത് അവർക്ക് നമ്മളോട് കളിയാക്കലും പുച്ഛമായിരുന്നു. രണ്ട് വിഭാഗമായിരുന്നു. അപ്പൊ ആക്ച്വലി അതിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെയാണ് ഞാൻ വിശ്വസിച്ചത്. അപ്പൊ ഞാൻ ആ ഒരു സംഭവം അവർ പറഞ്ഞത് ഞാൻ സത്യത്തില് സ്നേഹം കൊണ്ടായാലും കളിയാക്കലുണ്ടായാലും ഞാനത് കേട്ടെങ്കിൽ കൂടി ഞാനത് എടുക്കാതിരുന്നത്. ഞാൻ എല്ലാ ബിസിനസ്സിലും റിസ്ക് എടുക്കാറുണ്ട്. അപ്പൊ ആ റിസ്ക് തന്നെയാണ് ഇവിടെ എടുക്കാൻ നോക്കിയത്. പിന്നെ ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നല്ല, അവർ പറഞ്ഞത് കേൾക്കില്ല എന്നല്ല, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കും. ആക്ച്വലി എൻ്റെ ഓഫീസിൽ തന്നെ എൻ്റെ ഓഫീസിൽ ഞങ്ങൾ കൂട്ടമായിട്ട് തീരുമാനം എടുക്കാറ്. പക്ഷെ അവസാനത്തെ തീരുമാനം ഞാൻ എടുക്കും. ഞങ്ങളൊരു കളക്റ്റീവ് തീരുമാനങ്ങളായിരിക്കും എല്ലാം കേൾക്കും. അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്ന് എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അല്ലാതെ എല്ലാവരും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതുപോലെ ചെയ്യാന്നുള്ളതല്ല, ആ പറഞ്ഞതിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യും. അതായത് നമ്മളൊരു കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ടഭിപ്രായം ഒരിക്കലായിരിക്കും. അപ്പൊ ആ അഭിപ്രായം കളക്റ്റീവായി എടുക്കും. അതിലേതാണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യം. ഇപ്പൊ അതിലേക്ക് പറയാനുള്ള വെച്ചാൽ ഡാപ്സിഡ് ഇഷ്യൂ വന്നു, അതിനുശേഷം പിന്നെ നമ്മളുടെ ആ ഒരു അനൗൺസ്മെന്റ് എല്ലാത്തിലും നമ്മൾ
ഓഡിയൻസ് നമ്മളോട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ നമ്മൾ പോസിറ്റീവ് ആക്കേണ്ട കാര്യം. കാരണം ഈ ഡബ്സിയുടെ ഒരു സൈഡിൽ നടക്കുന്നു, മാത്രല്ല ഒരു സോങ്ങിന്റെ ഒരു സ്പീഡ് കൂടിയ വേർഷൻ നടക്കുന്നു. അപ്പൊ ഈ അവിടെ എല്ലാം ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ഒക്കെ എല്ലാം 100%. കാരണം സിനിമ നന്നാവുന്നത് അല്ലെങ്കിൽ ഈ നന്നാവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഓഡിയൻസ് വിലയിരുത്തുമ്പോഴാണ്. അപ്പോ ഓഡിയൻസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹീറോ. സിനിമയുടെ ഹീറോ എന്ന് പറയുന്ന ഓഡിയൻസ് ആണ്, അല്ലാതെ സിനിമയിലെ നായകനോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ല, ഓഡിയൻസ് തന്നെ 100%. അപ്പോൾ ഓഡിയൻസ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് നമ്മളുടെ ലിമിറ്റേഷനിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് ചെയ്തു കൊടുക്കാൻ ട്രൈ ചെയ്യാം. കാരണം നമുക്ക് നെഗറ്റിവിറ്റി അല്ല വേണം, നമുക്ക് പോസിറ്റിവിറ്റിയാണ്. അപ്പൊ ഏത് നെഗറ്റീവ് വരുമ്പോൾ അതിന് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതാണ് നമുക്ക് ചിലർ ചോദിച്ചിരുന്നു ഈ ഡാപ്സിനെ നിങ്ങൾ മാറ്റിയില്ല. നമ്മൾ ഡാപ്സിനെ മാറ്റിയിട്ടില്ല, നമ്മൾ പകരം വേറെ വേർഷൻ ആക്കി. കാരണം അതും ഈ പറഞ്ഞ ഭൂരിഭാഗ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ അഭിപ്രായങ്ങളും അങ്ങനെ മാനിക്കാൻ പറ്റില്ല. കാരണം ചിലർ ചോദിച്ചു സിനിമ ഇറങ്ങിയിട്ട് നിങ്ങൾ മോശമാണെങ്കിൽ നായകനെ മാറ്റും അല്ലെങ്കിൽ ഡയറക്ടർ. ആക്ച്വലി അത് നമ്മളെ ലിമിറ്റേഷനിൽ ഇല്ലാത്ത കാര്യമാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നായകനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ലിമിറ്റേഷൻ ഇല്ല. അടുത്ത സിനിമയിൽ നമ്മളത് ക്ലിയർ ചെയ്യാൻ നോക്കും. അപ്പോൾ ലിമിറ്റേഷനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ലിമിറ്റേഷൻ ഇല്ലാത്തതിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ എന്തും ചെയ്യുമെന്ന് എനിക്ക് പറയാൻ ഞാൻ ആളല്ല. നമുക്ക് എന്താണോ പറ്റുന്നത് നമ്മളത് ചെയ്തു കൊടുക്കുക. അത് ഓഡിയൻസ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക, പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. പിന്നെ ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു മമ്മൂക്ക പടം, അതിന് ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. അറിയാം, സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, ഡയറക്ടർ മാറ്റിയിട്ടുണ്ട്. ഇവിടെ യേശുദാസിനെ പോലത്തെ വലിയൊരു കലാകാരനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ പുഷ്പയിലെ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആളെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ. പക്ഷെ നമ്മുടെ സിനിമയിലാണ് ഇതൊക്കെ ഹൈലൈറ്റ് ആയി വരുന്നത്. അപ്പൊ അങ്ങനെ ഹൈലൈറ്റ് അപ്പോഴും പലരും പറഞ്ഞത് പ്രൊമോഷൻ ആണെന്ന്. ആക്ച്വലി നമ്മളത് പ്രൊമോട്ട് ചെയ്തതല്ല, നമ്മള് എന്താണോ ഓഡിയൻസിന് വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. പക്ഷെ അത് പ്രൊമോഷൻ എന്ന രീതിയിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് വേറൊരു ആൻസർ ഇല്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് വരിക എന്നുള്ളതാണ്. പിന്നെ ചില ആൾക്കാർക്ക് നെഗറ്റീവ് ഉണ്ടാവും, അവരെ നമ്മൾ എല്ലാവരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നമ്മൾക്ക് ആവുന്ന പോലെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ബാക്കി ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ അഭിമന്യു ആണെങ്കിലും സിദ്ദിഖാണെങ്കിലും ജഗദീഷ് ചേട്ടനൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ ഇപ്പൊ അഭിമന്യുവിന്റെ താരതമ്യേന ഭയങ്കര പുതുമുഖമായിട്ടുള്ള ആളാണ്. പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫിയർ ഫാക്ടർ അവിടെ ഉണ്ട്. ഇപ്പൊ പുള്ളിയുടെ ഫാദർ തന്നെ പറഞ്ഞു ഞാൻ ഇത്രയൊന്നും ഒരു സിനിമയിലും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ. അദ്ദേഹം പുള്ളിയൊക്കെ ആയിട്ടുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പിന്നെ ഉറപ്പായിട്ട്, അതായത് അവർക്കൊരു റൂട്ട് ഉണ്ടല്ലോ. അതായത് അഭിമന്യുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിമന്യു ഒരു റൂട്ട് എടുക്കുന്നുണ്ട്. കാരണം തിലകൻ സാറിനെ പോലത്തെ ഒരു ലെജൻഡിന്റെ കൊച്ചുമോൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ക്യാച്ച് ആയിരുന്നു. അത് ഹനീഫും ഉണ്ണിയും കൂടി പറയാണ് അഭിമന്യു തിലകനെ ഒരു പാട്ടാക്കിയിട്ട് വെക്കാമെന്ന് പറഞ്ഞപ്പോ എനിക്കത് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിപ്പോയി. കാരണം ഫസ്റ്റ് മൂവി ആണെങ്കിലും അവന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, കാരണം അവൻ വരുന്നത് അവിടുന്ന്. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്കും ഉണ്ടായിരുന്നു, അവർക്ക് ഓൾറെഡി വിശ്വാസമുള്ളതാണ് അവർ വെച്ചത്. പിന്നെ ഒരു ടെക്നിക്കൽ സംഭവങ്ങളായാലും സിനിമയിലെ കാര്യങ്ങള് ഡയറക്ടറാണ് അതിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആള്. അപ്പൊ ഡയറക്ടർ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളത് വേണ്ട എന്ന് പറയാനായിട്ട് നമ്മളാളല്ല. കാരണം ഒരു പ്രൊഡ്യൂസർ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ നമുക്കത് തെറ്റാണോ അല്ലെങ്കിൽ നമുക്ക് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറിന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായില്ല. കാരണം അത് വേണോ എന്ന് കാരണം ഹനീഫ് ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോ അഭിമന്യുവിനെ കൊണ്ടുവന്നപ്പോഴും ഞാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ കബീർ പ്രത്യേകം എടുത്ത് പറയണം, കാരണം സൂപ്പർ. അപ്പൊ പുള്ളിനെ ഇതിൽ കാസ്റ്റ് ചെയ്തപ്പോഴും പുള്ളിയുടെ ആ ഒരു എന്താ പറയാ സ്ക്രീൻ പ്രസൻസ് അത് ഗംഭീരാണ്. കാരണം നമ്മൾ ടർബോയിൽ കണ്ടതാണ്. കാരണം പുള്ളിനെ പ്രോപ്പറായിട്ട് അതില് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. കാരണം അതില് മെയിൻ വില്ലൻ വേറെ ആയിരുന്നു. അപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളി വന്ന ഗംഭീരായിരിക്കും ആ ഒരു വിശ്വാസം. ഉറപ്പായിട്ട് മെയിനായിട്ട് വന്ന പുള്ളിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ തന്നെയാണ്. അപ്പൊ ഫിസിക്കലി ഉണ്ണിക്ക് മേലെ നിൽക്കണം ഫിസിക്കലി. അപ്പോ എല്ലാം കൊണ്ടും എന്താ പറയാ നമ്മള് ടീമിൽ വർക്ക് ചെയ്ത എല്ലാവരും. ജഗദീഷ് ചേട്ടനാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ഹൈ പോയിന്റ് തരുന്നത്. ഞാൻ മാർക്കോയിൽ ചെയ്യുന്നത് എന്താന്നുള്ളത്. അല്ല പുള്ളി അത് അവർക്ക് ലെജൻസ് ആണല്ലോ. സിദ്ദീഖായാലും ജഗദീഷ് ചേട്ടനൊക്കെ ആയാലും നമ്മളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മളുടെ സിനിമയില് ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ അതൊക്കെ എൻജോയ് ചെയ്യുന്നത്. ചോദിച്ചു ഈ പറഞ്ഞ ഈ ഒരു വയലൻസ് കൺസേണിനെ കുറിച്ചൊക്കെ അവര് ബോധേഡായിരുന്നു, ഇത്ര വയലൻസ് സിനിമയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അല്ല അവർ ബോധേഡായിരുന്നല്ലോ, ഉറപ്പായിട്ട്. കാരണം ഇതില് ഏറ്റവും കൂടുതൽ എനിക്ക് ഉണ്ണിയുടെ ഫാൻസുകാരൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു, അങ്ങനെ അവർ ടെൻഷൻ ആയിട്ടാണ്. ഞാൻ പറയും മക്കൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളൊക്കെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടത് ഞാനാ.
അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കില്ല, ഞാൻ അവിടെ ടെൻഷൻ അടിക്കുന്നു. ഞാൻ അവിടെ ടെൻഷൻ അടിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ ഇത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഈ സിനിമ ഏതൊക്കെ ലെവലിലേക്ക് നല്ല രീതിയിൽ എത്തിക്കണം, അത് നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ ചെയ്യും. ടെൻഷൻ ഞാൻ എടുത്തോളാം, എന്നെ കൊണ്ടാവുന്നതിൽ ഞാൻ ചെയ്തോളാം. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കും. അപ്പൊ ടെൻഷൻ അടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കാര്യങ്ങൾ പ്രോപ്പർ, ഞാൻ ടെൻഷൻ അടിക്കും, പക്ഷെ എന്റെ ഉള്ളിലെ ടെൻഷൻ എന്റെ പുറത്ത് ടെൻഷൻ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ നല്ല ടെൻഷൻ ആയിരിക്കും. അപ്പോ ഇതിലെ പോലും അപ്പൊ സിദ്ദീഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിദ്ദീഖ് അവരൊക്കെ, ഞാനിപ്പോ ടോപ്പിക്കിൽ നിന്ന് മാറി തോന്നുന്നു, കുഴപ്പമില്ല. അപ്പൊ സിദ്ദീഖും ജഗദീഷ് ചേട്ടനും, സിദ്ദീഖാനായിട്ട് എനിക്ക് മുൻപേ ഈ സിനിമയ്ക്ക് മുൻപേ ഒരു അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ സിദ്ദീഖാനെ ഒരു നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഒരു വില്ലനാണെങ്കിലും പുള്ളി ഒരു മാസ് കാണിച്ച ക്യാരക്ടർ ആയിരുന്നല്ലോ മിക്കായില്. അപ്പൊ ഇതിൽ പ്രോപ്പർലി ഇതിൽ പ്ലേസ് വരുമ്പോൾ പുള്ളിനെയും നല്ല രീതിയിൽ ഹൈലൈറ്റ് ആവണം നമുക്ക് ആഗ്രഹം. പുള്ളിയും അതുപോലെ തന്നെ, കാരണം അവരൊന്നും നമുക്കൊന്നും ചിന്തിക്കണ്ട, അവരൊന്നും അഭിനയിച്ചു പോയാൽ മതി, നമ്മൾ 100% സേഫാണ്. കാരണം ഇമോഷണലി എല്ലാം കൊണ്ടും ഇവര് പ്രോപ്പറായിട്ട് ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നെ പോലത്തെ ഓഡിയനും എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു വിശ്വാസം തന്നെയായിരുന്നു. കാരണം നമ്മളെ പ്രൊജക്റ്റില് ഒരു ആക്ഷൻ പടമാണ്, വയലൻസ് ഓറിയന്റഡ് ആണ്, എല്ലാം ഉണ്ടെങ്കിലും ഇമോഷണലി കണക്ട് ആക്കാനായിട്ട് സിദ്ദീഖായാലും ആ പ്രോപ്പർലി ഇത് ബാലൻസ് ചെയ്തോളും, ഈ വിശ്വാസം ഉണ്ടായിരുന്നു. ജഗദീഷ് ചേട്ടൻ ഇതുവരെ കാണാത്ത ജഗദീഷ് ചേട്ടനെ കണ്ടത്. അപ്പോ അതൊക്കെ വലിയ സംഭവമാണ്. ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ എടുക്കാന്നുള്ളതും ഗംഭീരമായിട്ട് ചെയ്യാന്നുള്ളതും അതൊക്കെ നമുക്കും വലിയ ഭാഗ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ ഓൺ ദി അതർ സൈഡ് റിലീസ് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പം എല്ലാ റിവ്യൂസിലും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് മാർക്കോയെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു കുറച്ച് രീതിയിലൊക്കെ, കമന്റുകളിലൊക്കെ. അപ്പൊ ആ രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ആവാറുണ്ട്. അപ്പൊ ഞാൻ കുറെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്കൊരു നെഗറ്റീവ് പറയുന്ന ആളെ നമുക്കത് പോസിറ്റീവ് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു വ്യക്തമായ ഒരു അജണ്ട ഉണ്ട്. വെച്ചാൽ മോശം സാധനമാണെങ്കിൽ ആ മോശത്തിന് എല്ലാവരും മോശം തന്നെ പറയും. അവിടെ നമ്മളത് മോശത്തിനെ നമ്മൾ കയറിയിട്ട് നല്ലതാക്കാൻ നോക്കി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ചിലവരത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് വ്യക്തമായ ഒരു അജണ്ട ഉണ്ടായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. നമുക്ക് അവരെ മോശം പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കര ആയിട്ട് സോഷ്യലി ഭയങ്കര കത്തിയൊരു റിവ്യൂ ഒക്കെ കണ്ടോ പപ്സ് ഒക്കെ പിടിച്ചിട്ട്? അത് ഞാൻ കണ്ടിരുന്നു. അല്ല, അത് നമുക്കത് അവരൊന്നും ജഡ്ജ് ചെയ്യാൻ നമ്മളാണല്ലോ. കാരണം അവർക്ക് അവരുടേതായ, ഞാൻ പുള്ളിനെ മോശം പറയൊന്നുമില്ല. കാരണം വെച്ചാല് ആൾക്ക് അദ്ദേഹത്തിൻ്റെതായ പെർസ്പെക്റ്റീവാ, എനിക്ക് എന്റെ പെർസ്പെക്റ്റീവ് അല്ലല്ലോ പുള്ളിയുടെ പെർസ്പെക്റ്റീവ്. പുള്ളി പറയുന്നത് പുള്ളിയുടെ സംസാരത്തിൽ പുള്ളിയാണ് ശരി, അത് കറക്റ്റാണ്. എന്റെ സംസാരത്തിൽ ഞാനാണ് ശരി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആളെ ജഡ്ജ് ചെയ്യണ്ട. പക്ഷെ പബ്ലിക്കിന്, അതായത് ഭൂരിപക്ഷ ആൾക്കാർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതെടുക്കുക. മനസ്സിലായി? അപ്പൊ പുള്ളി പറയുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അതെടുക്കും. പുള്ളി പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് എടുക്കില്ല. ഇപ്പൊ ഞാൻ പറയുന്നതായാലും ശരിയല്ലെങ്കിൽ ഓഡിയൻസ് എടുക്കില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളി പറയുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാനോ നമ്മളാളല്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ ഓൺ ദി അതർ സൈഡ് ഈ സിനിമയുടെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ആളുകൾക്ക്. ഒന്ന് സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഉണ്ടായിരുന്നു. കാരണം കട്ടായി പോയ സീനുകൾ എന്തോരം ഉണ്ട്, അത് OTT വരും എന്നുള്ളത് പ്രൊഡ്യൂസറിന്റെ ഫസ്റ്റ് എവർ റെസ്പോൺസ് ആയിരുന്നു അത്. പിന്നെ ഈ പറഞ്ഞ റിയാസ് ഖാന്റെ സീക്വൻസിനെ കുറിച്ച് എനിക്ക് അതിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുറെ വീഡിയോസ് കാണുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത് ബാക്ക് ഫയർ ആവാൻ പാടില്ല. ആക്ച്വലി റിയാസ് ഖാന്റെ ഒരിക്കലും എല്ലാവരും പറഞ്ഞു റിയാസ് ഖാൻ എന്തോ ബ്രൂട്ടൽ സീനാണ്. ഒരിക്കലും റിയാസ് ഖാന്റെ ബ്രൂട്ടൽ സീൻസ് അല്ല. അത് സിനിമ നമ്മളുടെ ലെങ്ത്തും പിന്നെ സിനിമയുടെ ഒരു താളത്തിനനുസരിച്ചിട്ട് സിനിമ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഡയറക്ടറുടെ തീരുമാനമായിരുന്നു ആ പോർഷൻ ഇപ്പൊ തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ളത്. ഒരിക്കലും ഒരു ബ്രൂട്ടൽ സീനല്ല റിയാസ് ഖാൻ, തെറ്റിദ്ധരിക്കരുത്. കാരണം ഓക്കെ, ഞാൻ പറഞ്ഞൊരു കാര്യം അതൊരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് എനിക്ക് തന്നെ മോശമായിട്ട് മാറും. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കണം എന്നൊരു വിശ്വാസം, ഒരു ആവശ്യം എനിക്കുണ്ട്. അപ്പൊ അവിടെ റിയാസ് ഖാന്റെ ഭാഗം ഒരിക്കലും ബ്രൂട്ടൽ അല്ല, അതൊരു നോർമൽ സീനാണ്. നമ്മൾ OTT ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളല്ലതൊന്നും തീരുമാനിക്കുന്നത്. ഇപ്പൊ OTT നമുക്കൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി തിയേറ്ററിൽ റിലീസായ മൂവിയാണ്, നമ്മളെ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അവരത് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ വരുള്ളൂ. അവരെ ആക്സെപ്റ്റ് ചെയ്താൽ വരും. പിന്നെ നമുക്ക് അവരെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. അവരുടെ നമ്മളിൽ ഒരു പ്രൊഡക്റ്റ് അവർ മേടിച്ചാൽ അവരുടെ തീരുമാനമാണ്, നമുക്ക് അവിടെ തീരുമാനങ്ങളില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ റിയാസ് ഖാന്റെ പാട്ട് നമ്മൾ ആഡ് ആക്കി കൊടുക്കും. പിന്നെ നമ്മൾ ഈ സിനിമയിൽ സെൻസർ കട്ട് ചെയ്തിട്ടുള്ള വെച്ചാൽ ബ്രൂട്ടാലിറ്റിയുടെ പീക്ക് അടിക്കുന്ന ഭാഗം അവർ ഇന്റൻസിറ്റി കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് സീനുകളൊന്നും ഞാൻ പറയുന്നില്ല, ആ സീനിന്റെ ഇന്റൻസിറ്റി കുറച്ചിട്ടുണ്ട്. അതായത് ഒരു 5 സെക്കൻഡ് ഉള്ള സീനാണെങ്കിൽ അതൊരു 3 സെക്കൻഡ് ആക്കിയിട്ട്, അത്രയല്ല, ഒരു 13 സെക്കൻഡ് ഉണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. അത് 70% കട്ട്. അത് ബ്രൂട്ടാലിറ്റി ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ കണ്ടതല്ല ഇന്റൻസിറ്റി, അതിനൊക്കെ കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു. സീൻസ് മാറുന്നില്ല, സെയിം സീനിൽ തന്നെ ഇന്റൻസിറ്റി കൂടുതലായിരുന്നു. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഞാനൊരാളെ കൊല്ലുകയാണെങ്കിൽ ഒറ്റ കുത്തിന് കൊല്ലാം,
10 പ്രാവശ്യം കുത്തിക്കൊല്ല. ഈ 10 പ്രാവശ്യം കുത്തുന്ന ഇന്റൻസിറ്റി കൂടുതല. അതായത് സെയിം സീൻ തന്നെ. അപ്പൊ നമ്മൾ 10 ഒന്നാക്ക്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കട്ടായിട്ടുള്ളൂ. അല്ലാണ്ട് കാണുന്ന രീതിയിലുള്ള ഒന്നും മാറിയിട്ടില്ല. ഇത് നമ്മൾ പരമാവധി OTT-ലേക്ക് അതും കൂടി ആഡ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് വേണോ വേണ്ടെന്നുള്ള ഫുൾ വേർഷൻ കൊടുക്കും. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവര് തീരുമാനിക്കുകയാണ് അത് ഫുൾ ഇടണമെന്ന് തോന്നിയാൽ ഇടാം. പിന്നെ അവർക്ക് അത് ബ്രൂട്ടാലിറ്റി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്കും കട്ട് ചെയ്യാം. മനസ്സിലായില്ല? അപ്പൊ നമ്മളുടെ ഭാഗത്ത് നമ്മൾ കൊടുക്കും. പിന്നെ സെൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻസറിൽ പോയിട്ട് നമ്മൾ പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യില്ല, നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് അവരെയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ ലിമിറ്റേഷനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. കാരണം സെൻസറിന് അവരുടെ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് പ്രകാരമുള്ള കാര്യം നമുക്ക് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് റൂൾസ് അവർക്കും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ആനിമലും കില്ലും ഒക്കെ വരുന്നത്. അപ്പൊ ശരിക്കും ആ 2 സിനിമയും കേരളത്തിലും ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. ഇപ്പൊ ശരിക്കും ആ സിനിമകൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് തന്നു മാർക്കോയ്ക്ക്. കാരണം ആളുകൾക്ക് കുറച്ചുകൂടെ ഒരു തീർച്ചയായിട്ടും ആനിമൽ ഞാനൊരു 4 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടതാ. ആനിമല് കില്ല് മൂവി ഞാനും ഉണ്ണിയും എന്റെ വൈഫും കൂടി കണ്ടത്. ആക്ച്വലി എന്റെ വൈഫ് ഞാൻ ഭയങ്കര ഞെട്ടിച്ചു. ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണി സത്യത്തിൽ കണ്ണുകൂത്തിട്ട് മൂവി കണ്ടത്. സീരിയസ്ലി പല ബ്രൂട്ടൽ തല അടിച്ച് ഗ്യാസ് കൊണ്ട് അടിക്കുന്ന സീനൊക്കെ ഉണ്ണി കണ്ണുകൂത്തിട്ട് കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് ഉണ്ണിയോട്, ബ്രോയിൽ ഇതൊക്കെ ചെയ്ത് വെച്ച്. അപ്പൊ ഉണ്ണി മറ്റേ പഴയ സിനിമയിലെ കോമഡി പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റില്ല, ചെയ്യാനേ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പക്ഷെ എന്നെ ഞെട്ടിച്ചെന്താ വെച്ചാല് എന്റെ സൈഡിലേക്ക് എന്റെ ഭാര്യ ആ കില്ല് മൂവി കണ്ടതല്ലേ. കില്ല് മൂവിയിൽ ഒരു കുറച്ച് ആൾക്കാരെ ഈ ബോഗിനുള്ളിൽ കെട്ടി തൂക്കിയിട്ട് കൊന്നിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്റെ ഭാര്യ കൈയടിക്കായിരുന്നു. ആ കൈയടിച്ചപ്പോ എനിക്ക് ഇത് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ലൈഫിൽ ഇങ്ങനെ വേണം എന്നല്ല കേട്ടോ, ഒരു സിനിമയിൽ ഇങ്ങനെ വേണം, ഒരു ഹീറോ വന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ എനിക്ക് വയലൻസ് അത്ര വലിയൊരു പ്രശ്നമല്ല. പിന്നെ കില്ലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയ മൂവിയാണ്. ആനിമലിലെ ഒരു സ്വാഗും സ്റ്റൈലും. ഞാൻ ആക്ച്വലി രൺബീർ കപൂറിന്റെ ആ ഒരു സ്റ്റൈലും സ്വാഗും കാണാൻ വേണ്ടിയിട്ടാണ് 3-4 വർഷം പോയത് ആ മൂവി കാണാനായിട്ട്. കാരണം നമുക്ക് ഇഷ്ടമാണ്, നമ്മളായിട്ടാണ് അവരെ കാണുന്നത്. നമുക്ക് ഒരിക്കലും അവരെ പോലെ ആവാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സിനിമ കാണുമ്പോഴേലും നമുക്ക് കുറച്ചു നേരത്തിന് അവരെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോ അതുകൊണ്ട് ആ കോൺഫിഡൻസ് 100% ഉണ്ടായിരുന്നു. ആനിമൽ ആയാലും കില്ലായാലും. നമ്മളൊരു സിനിമയെയും ഇത് വെച്ച് കമ്പയർ ചെയ്യണമെന്നില്ല. കാരണം എല്ലാ സിനിമയും ഒന്നിനൊന്ന് മെച്ചങ്ങളാണ്. നമ്മുടെ സിനിമ അവരെക്കാളും നല്ലതാണെന്ന് നമുക്ക് പറയാനില്ല. നമ്മുടെ സിനിമ അവരെക്കാളും നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് ഓഡിയൻസ് തീരുമാനിക്കും. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂബ്സിന്റെ അടുത്ത പടത്തില്, അതായത് ഇപ്പൊ വരാൻ പോകുന്ന സിനിമകളിലൊക്കെ ഒരു ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള കാര്യം, ഇത് മമ്മൂക്ക എപ്പോഴും ലൈഫിനോട് ക്ലോസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മമ്മൂക്ക ശരിക്കും ഈ മാർക്കോയുടെ പ്രോസസ്സിലൊക്കെ മമ്മൂക്ക അപ്ഡേറ്റ്സുകൾ അറിയുന്നുണ്ടായിരുന്നു. 100%. കാരണം മമ്മൂക്ക ഈ പ്രൊജക്ട് ഞാൻ തുടക്കത്തില് മമ്മൂക്ക അടുത്ത് പോയി അനുഗ്രഹം മേടിച്ചിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം സിനിമ റിലീസിന്റെ തലേദിവസം ഞാൻ മമ്മൂക്കനെ പോയി കണ്ടിരുന്നു. റിലീസിന് മുന്നേ അനുഗ്രഹം മേടിച്ചിട്ട് തന്നെയാണ് റിലീസിന് ഞാൻ നെക്സ്റ്റ് ഡേ സിനിമയ്ക്ക് പോയത്. അപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി ഒരു നമുക്ക് ലൈഫിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആവുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നമുക്ക് അവർക്ക് ലെജൻസ് ആണല്ലോ, ലാലേട്ടൻ, മമ്മൂക്ക എന്നൊക്കെ പറയും. നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ റെസ്പെക്ട് ചെയ്യുന്ന ആള്, ആരാധിക്കലല്ല റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട്. ഈ രണ്ടുപേരും ഭയങ്കര റെസ്പെക്ട് ചെയ്യും, സുരേഷ് ചേട്ടൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യും. അപ്പോൾ ഈ മമ്മൂക്കയില് വെച്ചാൽ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവുന്നുണ്ട് പല കാര്യങ്ങളും. അപ്പോൾ പുള്ളി എനിക്ക് തുടങ്ങി വെച്ചതാണ് ലോജിസ്റ്റിക്സ്. ഞാൻ ഇന്ത്യയിൽ തുടങ്ങുന്ന കമ്പനി ഫസ്റ്റ് പുള്ളിയാണ്. എനിക്കത് സൂപ്പർ സക്സസ് ആവുകയും ചെയ്തു. ഭയങ്കര ലോജിസ്റ്റിക്സ് സൂപ്പർ സക്സസ്, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സൂപ്പർ സക്സസ് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അപ്പൊ ഈ സിനിമയിലും തുടക്കത്തില് മമ്മൂക്ക അടുത്ത് പോയി പറയണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാനത് തീർച്ചയായിട്ടും. അപ്പോൾ മമ്മൂക്കായാലും എന്താ പറയാ ഏത് സിനിമനെയും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, പുള്ളിയുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് പുള്ളിയുടെ ഒരു നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. കണ്ടിരുന്നോ പടം? അല്ല അതെനിക്കറിയില്ല, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഔട്ട് ഓഫ് കേരള എങ്ങനെയാ കളക്ഷൻ കാര്യങ്ങളൊക്കെ? ഔട്ട് ഓഫ് കേരള നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ഒക്കെ ഹൗസ്ഫുൾ ഷോസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മുംബൈയിലും ഇപ്പൊ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹിന്ദി പിക്കപ്പ് ആയി തുടങ്ങി. ഹിന്ദി നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹിന്ദി ലാംഗ്വേജ് ഇപ്പൊ നല്ല രീതിയിൽ പിക്കപ്പ്, ഡബ്ഡ് വേർഷൻ നല്ല രീതിയിൽ പിക്കപ്പ് ആയി തുടങ്ങി. ഇപ്പോ നമ്മൾ തെലുങ്ക്, തമിഴ്, കന്നഡയാണ് പെൻഡിങ് ഉള്ളത്. കാരണം അതിന്റെ സെൻസറിന്റെ ബാലൻസ് ഉണ്ട്. നമ്മൾ അതിന്റെ വെയിറ്റിംഗ് ആണ്. അത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 27th or 1st തമിഴ് തെലുങ്ക് കൂടിയിട്ട് നമ്മൾ റിലീസ് ചെയ്യും. ഉണ്ണി തന്നെയാണ് ഡബ് ചെയ്ത്. അതെ. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യില്ല, അതൊരു മലയാളം സിനിമ ഡബ് ചെയ്തതാണ് ഫീൽ ചെയ്യില്ല. ഞാൻ ഉണ്ണിയുടെ പോർഷൻ ആട്ടോ പറഞ്ഞത്. ബാക്കിയുള്ള പോർഷൻ ഞാൻ സത്യത്തിൽ ഹിന്ദിയുടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഉണ്ണിയുടെ പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ഉണ്ണിയുടെ ഡബിങ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.
ഈ ക്യൂബ്സിന്റെ അടുത്ത പടത്തിലും നമുക്ക് ഉണ്ടാവും ഇങ്ങനെ നമ്മളെ ആഗ്രഹം അതാണ്. ഞങ്ങൾ സംസാരം നടക്കുന്നുണ്ട്, മമ്മൂക്കയായിട്ട് സംസാരിക്കുന്നുണ്ട്. മമ്മൂക്ക എപ്പോഴാണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യും. ഈ അടുത്ത സിനിമകൾ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? മീൻസ് വീട്ടിൽ ഇപ്പൊ കുട്ടികൾ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ കൂടെ എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഫസ്റ്റ് ഷോ കാണുന്നത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവരവിടെ പോയി കണ്ടു, എല്ലാവരും ഹാപ്പിയാണ്. എന്റെ മക്കൾക്ക് കാണാൻ പറ്റും. എന്റെ മക്കൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേര്. ആ കെട്ടിത്തൂക്കി കൊല്ലുന്ന എന്റെ കുട്ടീനെയാണ്. അപ്പോ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡാ. അവർക്ക് കാണാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. കാരണം അതിൽ ഞാൻ ഒരു കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് കുട്ടികൾ കാണണമെന്നല്ല, ഒരിക്കലും കുട്ടികൾ കാണരുത്. കുട്ടികൾ 18 വയസ്സിൽ താഴെ കാണണ്ട. എൻ്റെ മൂത്ത മോള്, അവൾക്ക് 9 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, മമ്മ പ്രഗ്നന്റ് ആണല്ലോ, മമ്മ ഡെലിവറിക്ക് പപ്പ കയറും ഡെലിവറി ടൈമിൽ. ഇപ്പം മക്കൾ കയറുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഞങ്ങൾ എന്തായാലും കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മക്കൾ പേടിക്കും, കുറെ ബ്ലഡ് ഉണ്ടാവും, കുറെ ഇതുണ്ടാവും. പറഞ്ഞു അതിനെന്താ, ഞങ്ങൾക്ക് ഒരു പേടിയില്ല, കാരണം ഞങ്ങൾ മാർക്കോല അഭിനയിച്ചതാന്ന് പറഞ്ഞു. കാരണം അവര് ഫുൾ ടൈം ബ്ലഡിലാണല്ലോ എന്നിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ അവർക്ക് ആ പേടി പോയി, ബ്ലഡ് എന്നുള്ള പേടി. അപ്പോ അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു വേറെ രീതിയിൽ നമുക്ക് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സിനിമയിൽ, ഷൂട്ടിങ്ങിൽ. കാരണം കുട്ടികൾ അതെല്ലാം എൻജോയ് ചെയ്തിട്ട് ചെയ്തത്. അല്ലാതെ ഒരിക്കലും കുട്ടികൾക്ക് ഒരു ട്രോമ വരുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. അതിന്റെ ഫൂട്ടേജസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തു വിടാവുന്നേ ഉള്ളൂ. എത്ര ദിവസം കൊണ്ടാ പ്രീ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് ശരിക്കും? പ്രീ ക്ലൈമാക്സ് ഡേയ്സ് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്. നമ്മളൊരു ആക്ച്വലി 3 ഷെഡ്യൂളായിട്ട് മൂവ് ചെയ്തത്. ക്ലൈമാക്സ് ആണ് ഫൈനൽ ഒരു ഷെഡ്യൂള് സെപ്പറേറ്റ് ചെയ്തത്. കാരണം കുറച്ച് ബ്രേക്ക് എടുത്തത്, കാരണം ഉണ്ണിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ 1 മന്ത് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 6 പാക്ക് കറക്റ്റ് ആയിട്ട്. അതെ 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 അതെ, ഉണ്ണി 6 പാക്കിനെ ആണല്ലോ അത് മുൻപേ എല്ലാവർക്കും അറിയുന്നല്ലോ. അതെ. ഇപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ? അതൊക്കെ അതിനെ കുറിച്ച് ചിന്തകളുണ്ടോ? ഫ്യൂച്ചർ എന്തായാലും ഇൻഡസ്ട്രിയില് നമ്മള് നമ്മളുടേതായ ഒരു രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവും. ഗോൾഡൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഗോൾഡൻ, അതെന്റെ കമ്പനിയുടെ ലോഗോ ഒക്കെ അങ്ങനെ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ആണ്. ക്യൂബ്സ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ലോഗോ ഗോൾഡൻ, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ആണ്. ഈ ടൈറ്റിൽ കാർഡിലും ഗോൾഡൻ ആയിരുന്നു. അതെ അതെ അതെ, അത് നമുക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് ഉറപ്പായിട്ടും. എന്താ ഫ്യൂച്ചർ പരിപാടികൾ ഇൻഡസ്ട്രിയിൽ? ഫ്യൂച്ചർ ആക്ച്വലി എനിക്കൊരു കാര്യം പറയാ വെച്ചാല്, നമ്മള് ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് മലയാളം സിനിമയാണ്. അതിലൊരു സംശയമില്ല. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്സ് ഉണ്ടാക്കുന്നത് മലയാളം സിനിമയാണ്. അപ്പൊ ഈ മലയാളം സിനിമ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളുടെ ഒരു ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ടുള്ള മൂവീസ് ആയിരുന്നു. അപ്പോ നമ്മളുടെ ഒരു പാട്ടും കൂടി മലയാള സിനിമയ്ക്ക് കൊടുക്കണം വലിയൊരു ആഗ്രഹമുണ്ട്. കാരണം വെച്ചാല് നമ്മളെ സിനിമ, നമ്മളെ മലയാളികള് ഏറ്റവും ടോപ്പിലെത്തണം തന്നെ നമ്മൾ ആഗ്രഹിക്കും. ഇപ്പൊ ഞാനിപ്പോ ദുബായിൽ പോയി നിന്നാലും എനിക്ക് എന്റെ നാടിനോട് ഇഷ്ടം. അപ്പോ ഞാൻ മലയാളിയാണെന്നുള്ളൊരു സാധനം എന്റെ കയ്യിൽ എനിക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സിനിമ ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ നമ്മൾക്ക് അവിടെ ഭയങ്കര ഒരു എന്താ പറയാ, ആ ഒരു ഉള്ളിൽ സാധനത്തിന് തിളയ്ക്കും. അപ്പൊ മലയാള സിനിമ ഏറ്റവും ടോപ്പിലെത്തണം, ഇതാണ് നമ്മളെ ആഗ്രഹം. അത് ഞാൻ ഡയലോഗ് അടിക്കുന്നതല്ല, അങ്ങനെ ആവുന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് വിചാരിച്ചിട്ട് എല്ലാ സിനിമകളും ഇങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു എന്തെങ്കിലും നമ്മളെ കൊണ്ട് സിഗ്നേച്ചർ കൊടുക്കാൻ ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് ട്രൈ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഡയറക്ടറും ആക്ടറും കൂടി വിചാരിച്ചാലേ നടക്കുള്ളൂ. നമ്മൾ കൊണ്ട് പറ്റുന്നത് പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കും അടുത്ത സിനിമകളിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ വലിയൊരു വിജയമാണ്. ഈ ഞങ്ങൾ കാണുന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളൊക്കെ ഏകദേശം കറക്റ്റ് ആണോ? നിങ്ങൾ എത്ര കണ്ടത് എനിക്കറിയില്ല. അല്ല, ഈ കോടിക്കണക്കുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ വെച്ചാല് നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ മേലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങള്. കാരണം അത് യൂത്ത് ഏറ്റെടുത്തു മൂവി, പിന്നെ അത് ഫാമിലി കണ്ടു തുടങ്ങി. ഫാമിലി എന്ന് പറയുന്നത് 18 വയസ്സിന് മേലുള്ള ഫാമിലി കണ്ടു തുടങ്ങി. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. കാരണം ക്രിസ്മസ് തൂക്കിയോ? നമുക്ക് അങ്ങനെ എനിക്ക് പറയാറിയില്ല. പക്ഷെ നമ്മളൊരു എന്താ പറയാ, എന്താ പറയാ, പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടുത്തെ ഒരു വിന്നർ ആവണം. ആ വിന്നർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവിധ ആശംസകളും നേരെയാണ്. കാരണം ഭയങ്കര പ്രതീക്ഷയോടെയാണ് സിനിമ ഇതിനു മുമ്പും കണ്ടതും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ. അപ്പോ ഈ പറഞ്ഞ പോലെ അത് വലിയ വിജയമാകുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. മലയാളത്തിൽ ഇതുപോലുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.